ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മീരാസ് നോവല്ല. അഗ്നിനേത്ര ഭാഗം 7. പിടിക്കപ്പെടും എന്നൊരിക്കലും കരുതിയില്ല. എന്നാൽ ഞങ്ങളെ അഗ്നി നേരിൽ കണ്ടതും പിന്നെ സ്വയം രക്ഷയ്ക്കുള്ള കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ചു. അതിനുള്ള വഴി പറഞ്ഞു തന്നതും യാദവായിരുന്നു. അവന്റെ ഡോക്ടർ ഫ്രണ്ടായ വരുൺ അഗ്നി ആണല്ല എന്ന് തെളിയിക്കുന്ന ഒരു കൃത്രിമ റിപ്പോർട്ടുണ്ടാക്കി. അതുപോലെ താൻ വിർജിനാണെന്നുള്ള ഒരു കള്ള റിപ്പോർട്ടും വരുൺ ഉണ്ടാക്കി. അതിന് പകരമായി അവന് ഞാൻ കൊടുക്കേണ്ടി വന്നത് യാദവ് അറിയാതെ ഒരു രാത്രിയാണ്. എല്ലാവർക്കും മുന്നിൽ അവൻ അപമാനിതനായി നിൽക്കുമ്പോഴും തനിക്ക് ഒട്ടും തന്നെ സങ്കടം തോന്നിയിരുന്നില്ല. മറിച്ച് എല്ലാവരുടെ മുന്നിലും മാനം രക്ഷിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം മാത്രമായിരുന്നു. പിന്നെ സ്വത്ത് നഷ്ടപ്പെടാതെ ഇരിക്കാൻ വേണ്ടിയാണ് യാദവുമായുള്ള കല്യാണത്തിന് സമ്മതിച്ചത്. ഒപ്പം ഒരേ വീട്ടിൽ താമസിക്കുമ്പോൾ എപ്പോഴെങ്കിലും അഗ്നിയെ സ്വന്തമാക്കാൻ കഴിയും എന്ന വിശ്വാസത്തിലും. പക്ഷേ ആ സംഭവത്തോടെ വെറുപ്പോടെയല്ലാതെ അഗ്നി പിന്നെ തന്നെ നോക്കിയിട്ടേയില്ല. യാദവിൻ വിചാരം ഞാൻ അവന്റെ ഉത്തമയായ ഭാര്യയാണെന്നാണ്. പാവം, അവന്റെ ചേട്ടനെ മോഹിച്ചുകൊണ്ടാണ് താൻ ഓരോ ദിവസവും തള്ളി നിൽക്കുന്നത് എന്ന് അവൻ അറിയില്ലല്ലോ. ഓരോ തവണയും ഓരോ പെണ്ണുങ്ങളെയും കൊണ്ട് എന്റെ മുന്നിലൂടെ അഗ്നി റൂമിലേക്ക് പോകുമ്പോൾ സഹിക്കുന്നില്ല തനിക്ക്. ഇല്ല അഗ്നി, ഒരു തവണയെങ്കിലും നിന്നെ ഞാൻ സ്വന്തമാക്കും. അതിന് ഏത് മാർഗവും സ്വീകരിക്കും ഞാൻ. മനസ്സിൽ പല കണക്കുകൂട്ടലുകളും നടത്തി അനാമിക അന്നത്തെ രാത്രി തള്ളി നീക്കി. പുലർച്ചെ എഴുന്നേറ്റ് ഒന്ന് ഫ്രഷായി നേത്ര യോഗ മാറ്റുമെടുത്ത് ബാൽക്കണിയിലേക്ക് നടന്നു. 6 മണിയുടെ യോഗ അവസാനിപ്പിക്കുമ്പോൾ അവളുടെ മനസ്സിന് ഒരു പ്രത്യേക ഉണർവ് ലഭിച്ചിരുന്നു. മാറ്റ് മടക്കി വെച്ച് അവൾ റൈലിംഗിൽ പിടിച്ച് പുറത്തേക്ക് നോക്കി നിന്നു. അവളുടെ മനസ്സിൽ ആ സമയം സ്വന്തം ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെപ്പറ്റിയുള്ള ഓർമ്മകൾ കടന്നു വന്നു. അതുവരെ ശാന്തമായിരുന്ന അവളുടെ മനസ്സ് അസ്വസ്ഥമായി. ഉള്ളിൽ പകയുടെ കനൽ ആളിക്കത്തി. ദേഹവും മനസ്സും ഒരുപോലെ ചുട്ടുപൊള്ളുന്ന പോലെ അവൾക്ക് തോന്നി. തന്റെ വയറിലൂടെ 2 കൈകൾ ചുറ്റിപ്പിടിച്ചപ്പോൾ ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് മനോഹരമായ ഒരു പുഞ്ചിരി അവളിൽ വിരിഞ്ഞു. എന്താണ്, ഡോക്ടറുടെ ഉറക്കം തീർന്നില്ലേ? ചിരിയോടെ നേത്ര ചോദിച്ചതും അവളെ ചുറ്റിപ്പിടിച്ചിരുന്ന ആൾ അവളുടെ പുറംഭാഗത്ത് മുഖം വിട്ടുവിട്ടി. ഗൗരി! ഇക്ലി എടുത്തതും നേത്ര ഉറക്കെ വിളിച്ചു. അതേ ചിരിയോടെ അവൾക്ക് പിന്നിൽ നിന്നവൾ മുന്നിലേക്ക് കടന്നു നിന്നു. കള്ളപരിഭവത്തോടെ നിൽക്കുന്ന നേത്രയുടെ 2 കവിളിലും കൊഞ്ചലോടെ വലിച്ചുവിട്ടു. ആ ദേ, വലിയ ഡോക്ടറാണെന്നൊന്നും നോക്കില്ല ഞാൻ. പിള്ളേര് കളിക്കാൻ വന്നാൽ ചുട്ടപ്പെട വെച്ച് തരും പെണ്ണേ. ഓ, എന്താടി, ഡോക്ടറായാൽ ഏതു നേരം മസിൽ പിടിച്ച് നിൽക്കണോ? എന്നെ അതിന് കിട്ടില്ല. പ്രത്യേകിച്ചും എന്റെ നച്ചുവിന്റെ അടുത്ത്. നീ എന്റെ കരളല്ലേ. നേത്രയുടെ താടിയിൽ പിടിച്ച് കുലുക്കിക്കൊണ്ട് ഗൗരി വന്നതും അവളുടെ വാക്കുകൾ കേട്ട് നേത്ര ചിരിച്ചുപോയി. അല്ല പെണ്ണേ, നിനക്കിന്ന് ഹോസ്പിറ്റലിലൊന്നും പോകണ്ടേ? പിന്നെ പോവാതെ. ഞാൻ നീ ഇങ്ങനെ ഒറ്റയ്ക്ക് ചിന്താവിഷ്ടയായ നച്ചുവായി നിൽക്കുന്നത് കണ്ടപ്പോൾ വന്നതല്ലേ. എനിക്ക് വേഗം പോണം. ഇന്നവിടെ MDയോ മാനേജ്മെന്റോ വരുന്നുണ്ടത്രേ. സോ വൈകി ചെന്ന് ഇമേജ് കളയാൻ ഒക്കില്ല മോളെ. അല്ല, നിനക്ക് പോണ്ടേ? ആടി, പോണം. എൻ്റെ MD ഇന്നലെ മീറ്റിങ്ങിലല്ലേ ആദ്യമായി കണ്ടത്. ഇന്ന് ഓഫീസിൽ വരുമായിരിക്കും. അങ്ങനെ ചെന്ന് കണ്ടാലേ എൻ്റെ അവിടുത്തെ ശരിക്കുമുള്ള പോസ്റ്റ് ഏതാണെന്ന് അറിയാൻ പറ്റൂ. ഇത്രയും ദിവസം ആളില്ലാത്തത് കൊണ്ടാ പ്രോജക്റ്റ് പ്ലാൻ ഏരിയയിൽ നിൽക്കേണ്ടി വന്നത്. എന്നിട്ട് കഷ്ടപ്പെട്ട് പ്ലാൻ ഉണ്ടാക്കി പ്രൊജക്റ്റ് നേടിക്കൊടുത്തിട്ടും നിന്റെ മൂരാച്ചി MD ഒരു നല്ല വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. നല്ല വാക്ക് പോട്ടെ, എന്താ അയാളുടെ ജാട? അയാളുടെ നടപ്പും ആറ്റിറ്റ്യൂഡും കണ്ടപ്പോൾ ഞാൻ കുറെ പ്രതീക്ഷിച്ചു. പക്ഷേ അയാൾ ഭൂലോക തറയാണെന്ന് ആ പെണ്ണിനെ കാറിൽ വലിച്ചു കയറ്റി കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ മനസ്സിലായി. അതൊക്കെ ഓരോരുത്തരുടെ സ്വഭാവമല്ലേ. ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു, അതിനുള്ള ശമ്പളവും കിട്ടും. പിന്നെന്താ, നീ അത് വിട്. വേഗം റെഡിയാവൂ, നിന്നെ ഇറക്കിയിട്ട് വേണം എനിക്ക് പോകാൻ. നച്ചു വന്നതും ഗൗരി ഓടി. അത് കണ്ട് ഒരു ചിരിയോടെ നേത്രയും പുറപ്പെടാൻ തുടങ്ങി. ഓഫീസിലെത്തിയ അഗ്നിയെ കാശി ദേഷ്യത്തോടെ നോക്കിയെങ്കിലും അഗ്നി അത് മൈൻഡ് ചെയ്യാതെ തന്റെ വർക്കിലേക്ക് കടന്നു. കുറച്ചു ദിവസം കഴിഞ്ഞ് വരുന്നതിനാൽ ചെയ്തു തീർക്കുവാനായി ഒരുപാടുണ്ടായിരുന്നു.
മേ കമിൻ സർ? ചോദ്യം കേട്ടതും അഗ്നി ലാപ്പിൽ നിന്നും തലയുയർത്തി അകത്തേക്ക് കടക്കുവാൻ അനുവാദം നൽകി. തന്റെ ക്യാബിനിലേക്ക് ചെറുപുഞ്ചിരിയോടെ ബിസിനസ് ഡ്രസ്സിൽ നടന്നു വരുന്ന നേത്രയെ കണ്ടതും ഒരു നിമിഷം അഗ്നി അവളെ തന്നെ നോക്കിയിരുന്നു. ഇതുവരെ കണ്ട പെണ്ണുങ്ങളിൽ നിന്നും എന്തോ ഒരു വ്യത്യസ്തത അവൾക്കുണ്ട് എന്ന് അവന് തോന്നി. തന്റെ സ്ഥാപനത്തിലും അല്ലാതെയും കണ്ടിട്ടുള്ള പെണ്ണുങ്ങൾ തന്നെ കാണുമ്പോൾ ഒന്നുകിൽ അവിടെ കണ്ണിൽ നിറയുന്നത് കാമം, അല്ലെങ്കിൽ പ്രണയം, അതുമല്ലെങ്കിൽ ഭയം. ഈ ഭാവങ്ങൾ മാത്രം കണ്ടിട്ടുള്ളിടത്ത് ഇവളുടെ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഭാവം പോലും തനിക്ക് മനസ്സിലാക്കുവാൻ പറ്റുന്നില്ല. എന്നാൽ അതേ നിമിഷം അനാമികയുടെ മുഖം ഓർത്തതും അവന്റെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു. കണ്ണുകൾ ഇറുക്കിയടച്ച് ദേഷ്യം നിയന്ത്രിച്ച് അഗ്നി അവളെ നോക്കിയിരുന്നു. സർ, നേത്ര. അവന് നേരെ ഷേക്ക് ഹാൻഡിനായി കൈ നീട്ടിക്കൊണ്ട് അവൾ സ്വയം പരിചയപ്പെടുത്തി. അഗ്നിദത്ത് അവളുടെ കൈയിലേക്ക് കൈ ചേർത്ത് അവനും പറഞ്ഞു. കൈ പിൻവലിച്ച് അവൾ അവന് മുന്നിലുള്ള സീറ്റിലിരുന്നു. ഓക്കെ മിസ് നേത്ര, താൻ ഇവിടെ വന്നിട്ട് ഒരാഴ്ചയായി എന്ന് കാശി പറഞ്ഞു. താൻ വർക്ക് ചെയ്തിരുന്ന ഏരിയയിൽ ഇപ്പോൾ വേക്കൻസി ഇല്ല. ഉള്ളത് എൻ്റെ അസിസ്റ്റന്റ് പോസ്റ്റാണ്. ആൻഡ് ടു ബി ഫ്രാങ്ക്, ആ പോസ്റ്റ് തനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. സോ ഞങ്ങൾ വേറെ ഏതെങ്കിലും ബ്രാഞ്ചിലേക്ക് തനിക്ക് മാറാം. അഗ്നി പറഞ്ഞതും നേത്ര അവനെ സംശയത്തോടെ നോക്കി. ഇഫ് യു ഡോണ്ട് മൈൻഡ്, എന്തുകൊണ്ടാണ് സാർ എനിക്ക് അസിസ്റ്റന്റ് ആവാൻ സാധിക്കില്ല എന്ന് പറയാൻ കാരണം? അവളുടെ ഉറപ്പോടെയുള്ള സംസാരം അവനിൽ ആശ്ചര്യമുണ്ടാക്കി. ഇന്നേ വരെ താൻ ഒരു കാര്യം പറഞ്ഞാൽ അതിന് മറുചോദ്യം ചോദിക്കാനുള്ള ധൈര്യം അവൻ കാശിയിലൊഴിച്ച് മറ്റാർക്കും കണ്ടിട്ടില്ല. അവൻ തന്റെ സീറ്റിലേക്ക് ചാരിയിരുന്ന് നേത്രയെ രൂക്ഷമായി നോക്കി. എന്നാൽ അവന്റെ നോട്ടം അവളിൽ ഒരു പതർച്ചയും ഉണ്ടാക്കിയില്ല. ഓക്കെ, എന്റെ അസിസ്റ്റന്റ് ആവുക എന്ന് പറഞ്ഞാൽ തന്റെ ജോലിക്ക് ഒരു പ്രത്യേക സമയമൊന്നും ഉണ്ടാവില്ല. ദിവസത്തിൽ ഉറങ്ങുന്ന സമയം ഒഴിച്ച് ബാക്കി എന്റെ ഒപ്പം ഉണ്ടാവേണ്ടി വരും. ഫോണിൽ കൂടി ബിസിനസ്സുമായി ബന്ധപ്പെട്ട് മണിക്കൂറുകളോളം സംസാരിക്കേണ്ടി വരും. എന്റെ ഒപ്പം പല സ്ഥലങ്ങളിലേക്കും യാത്രയുണ്ടാവും. ചിലപ്പോൾ പോകുന്നിടത്ത് താമസിക്കേണ്ടതായും വരും. താൻ ഒരു പെൺകുട്ടി ആയതുകൊണ്ട് ഈ പറഞ്ഞ പല കാര്യങ്ങളിലും പല പരിമിതികളും ഉണ്ടാവും. സോ ജോലിക്ക് കയറി ഒഴിവാവുന്നതിലും നല്ലത് ആദ്യമേ മാറുന്നതല്ലേ. തനിക്കൊക്കെ ഓഫീസ് ജോലിയായിരിക്കും നല്ലത്. ചെറിയൊരു പുച്ഛത്തോടെ അഗ്നി വന്നതും നേത്ര അവനെ നോക്കി മനോഹരമായി ചിരിച്ചു. അത് അവനിൽ സംശയം നിറച്ചു. ഒരു പെണ്ണാണ് എന്നത് ഒരു കുറവായി ഞാൻ കാണുന്നില്ല. അതല്ലാതെ ഈ പോസ്റ്റിലേക്ക് എന്നെ അയോഗ്യയാക്കുന്ന വേറെ കാരണം വല്ലതുമുണ്ടോ? നോ. ഒരു നിമിഷം പോലും ആലോചിക്കാതെ അഗ്നി പറഞ്ഞതും അവൾ സീറ്റിൽ നിന്നും എഴുന്നേറ്റു. ഓക്കെ സർ, സാറിന്റെ അസിസ്റ്റന്റായി വർക്ക് ചെയ്യുവാൻ ഞാൻ റെഡിയാണ്. അവളിലെ ആത്മവിശ്വാസവും തന്നോടുള്ള ഭയമില്ലായ്മയും അവനിൽ അവളോട് ചെറിയ ദേഷ്യമുണ്ടാക്കി. ഓക്കെ, താൻ കാശിയെ ചെന്ന് കണ്ടോളൂ. അവൻ പറഞ്ഞു തരും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. ആൻഡ് ജോലിയിൽ ഒരു മിസ്റ്റേക്ക് പോലും ഞാൻ ക്ഷമിച്ചെന്ന് വരില്ല. ഫൈൻ സർ. അത്രമാത്രം പറഞ്ഞ് അവൾ ആ റൂം വിട്ട് പുറത്തേക്ക് നടന്നു. ഹ, അല്ലെങ്കിലും തോന്നിവാസം പോലെ നടക്കുന്ന പെണ്ണുങ്ങൾക്ക് ആരുടെ ഒപ്പം നടന്നാലും എവിടെ പോയാലും താമസിച്ചാലും എന്താ പ്രശ്നം? ഇവളും മറ്റോളുമൊക്കെ ഒരേ ഗണത്തിൽ പെട്ടത് തന്നെ. അഗ്നി സ്വയം പറഞ്ഞുകൊണ്ട് തന്റെ വർക്കിലേക്ക് കടന്നു. അഗ്നിയുടെ അസിസ്റ്റന്റ് പോസ്റ്റാണ് നേത്രയ്ക്ക് എന്നറിഞ്ഞതും കാശിയിൽ ചെറിയൊരു ഞെട്ടലുണ്ടായി. കാരണം ഇന്നേ വരെ അവൻ ഒരു പെണ്ണിനെയും അസിസ്റ്റന്റായി നിയമിച്ചിട്ടില്ല. ഓക്കെ നേത്ര, ഇത്രയുമാണ് തന്റെ വർക്കുകൾ. എല്ലാം നോക്കി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഒരു ഫയൽ അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് കാശി പറഞ്ഞതും അവൾ അത് വാങ്ങി. അല്ല, വന്നിട്ട് കുറച്ച് ദിവസമായെങ്കിലും തന്റെ മര്യാദയ്ക്കൊന്ന് പരിചയപ്പെടാൻ സമയം കിട്ടിയില്ല. തന്റെ വീടെവിടെയാ? വീട്ടിൽ ആരൊക്കെയുണ്ട്? കാശി ചോദിച്ചതും ഫയൽ നോക്കിക്കൊണ്ടിരുന്നവൾ മുഖം ഉയർത്തി അവനെ നോക്കി. സർ, ഞാൻ ഇവിടെ അടുത്തൊരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. കൂടെ എൻ്റെ ഫ്രണ്ടുമുണ്ട്. ആൾ ഡോക്ടറാണ്. എൻ്റെ സ്വന്തം നാട് പാലക്കാടാണ്. അച്ഛൻ വിഘ്നേഷ്, അമ്മ വിനയ. കുറച്ചു വർഷം മുന്നേ ഒരു ആക്സിഡന്റ്. ഇപ്പോൾ രണ്ടാളും ഇല്ല. അവസാന വാക്കുകളിൽ അവൾ സ്വരം ഇടറിയതും
കാശിക്ക് സങ്കടം തോന്നി. സോറി, ഞാൻ അറിയാതെ. ഇറ്റ്സ് ഓക്കെ സർ. ഡോ, താൻ ഇങ്ങനെ എപ്പോഴും എന്നെ സാർ എന്ന് വിളിക്കണ്ട. എന്നെ എല്ലാവരും പേരാണ് ഇവിടെ വിളിക്കുക. എനിക്കതാണ് ഇഷ്ടം. സോ യു ക്യാൻ കോൾ മീ കാശി. ഓക്കെ സർ. സോറി കാശി, ഞാനും അങ്ങനെ തന്നെ വിളിക്കാം. ഞാൻ എന്തായാലും ഈ ഫയൽ നോക്കട്ടെ. അത്രയും പറഞ്ഞ് അവൾ എഴുന്നേറ്റ് തിരിഞ്ഞു നടന്നു. അവൾ പോകുന്നത് നോക്കിയിരുന്ന കാശിക്ക് അവളോട് ഒരു പ്രത്യേക ഇഷ്ടം ആ നിമിഷം തോന്നി. അന്ന് പലപ്പോഴും അഗ്നി നേത്ര തന്റെ ക്യാബിനിലേക്ക് വരും എന്ന് കരുതി. കാരണം ഇത്രയും കാലം ആ ഓഫീസിലെ ഓരോ പെണ്ണുങ്ങളും ഇല്ലാത്ത സംശയങ്ങളുടെ പേരിൽ അഗ്നിക്കൊപ്പം സമയം ചിലവഴിക്കാൻ വേണ്ടി മാത്രം അവന്റെ അടുത്തേക്ക് വരാറുണ്ടായിരുന്നു. എന്നാൽ പതിവിന് വിപരീതമായി അവൾ അന്നത്തെ ദിവസം ഒരിക്കൽ പോലും അഗ്നിക്ക് അടുത്തേക്ക് ചെന്നില്ല. അവൾ അനാമികയെ പോലല്ല എന്ന് ചിലപ്പോൾ തോന്നും. എന്നാൽ അപ്പോൾ തന്നെ ഇതൊക്കെ അവൾ വെറും ജാടയാണെന്ന് അവന്റെ ബുദ്ധി തിരുത്തും. കുറെ നേരം ഇതേ ചിന്തകൾ തുടർന്നപ്പോൾ ഓഫീസിലെ തന്റെ സ്ഥിരം സെറ്റപ്പായ നാൻസിയെ വിളിച്ച് അവൻ ഗസ്റ്റ് ഹൗസിലേക്ക് പോയി. കാശി അവിടെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയതിനാൽ ഇതൊന്നും കണ്ടില്ല. എന്നാൽ ഒരു പെണ്ണിനെയും കൂട്ടി അഗ്നി കാറിൽ കയറി പോകുന്നതും അവർ തമ്മിലുള്ള അതിരുവിട്ട ബന്ധത്തെപ്പറ്റി ഓഫീസിലെ മറ്റുള്ളവർ പറയുന്നതും നേത്ര കേട്ടിരുന്നു. എന്നാൽ അവൾ അതിലൊന്നും ശ്രദ്ധ കൊടുക്കാതെ തന്റെ ജോലി എത്രയും പെട്ടെന്ന് പഠിച്ചെടുക്കുന്നതിൽ മാത്രം ശ്രദ്ധ തിരിച്ചിരുന്നു. നാൻസിയുമായുള്ള കൂടിച്ചേരലിനിടയിലാണ് ടേബിളിൽ ഇരിക്കുന്ന അഗ്നിയുടെ ഫോൺ അടിച്ചത്. അത് ശ്രദ്ധിക്കാതെ അവളിലേക്ക് അലിയാൻ നിന്നവനെ പിന്തിരിപ്പിച്ചത് നിർത്താതെയുള്ള ഫോണിന്റെ ശബ്ദമാണ്. അഗ്നിക്ക് ദേഷ്യം വന്നു. കാശിയല്ലാതെ തന്റെ പ്രൈവറ്റ് നമ്പർ ആർക്കും അറിയില്ല. ഓഫീസ് സംബന്ധമായ കാര്യങ്ങൾക്ക് കോളുകൾ എടുക്കുന്നതും ആവശ്യമുള്ളത് മാത്രം തനിക്ക് ഫോർവേഡ് ചെയ്യുന്നതും ഓഫീസിലെ ഒരു ടീമാണ്. പിന്നത് ആരെന്നുള്ള ചിന്തയിൽ ഈശയോടെ അവൻ അവളിൽ നിന്നും അകന്നു മാറിയതും അവളുടെ മുഖത്ത് ഇഷ്ടക്കേട് നിറഞ്ഞു. എന്നാൽ അവൻ അത് കാര്യമാക്കാതെ ഫോൺ എടുത്തു നോക്കിയതും അറിയാത്ത നമ്പറാണെന്ന് കണ്ടതും സംശയത്തോടെ അവനത് ഓണാക്കി ചെവിയിലേക്ക് വെച്ചു. ഹലോ. കിതപ്പോടെയുള്ള അവന്റെ സംസാരം കേട്ടതും നേത്രയിൽ പുച്ഛം നിറഞ്ഞു. സർ, ഓഫീസിൽ നിന്നാണ്. ഫോറിൻ ക്ലയന്റായുള്ള മീറ്റിംഗ് ഇന്നാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. നാൻസിയും കൊണ്ട് പുറത്തു പോകുന്നതിനിടയ്ക്ക് സാർ അത് മറന്നു എന്ന് മനസ്സിലായി. ഇനി അരമണിക്കൂറിൽ അവർ എത്തും. സാർ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് സോറി ഫോർ ഡിസ്റ്റർബിംഗ് യു ഇൻ യുവർ പേഴ്സണൽ ടൈം. അവസാന വാക്കുകൾ ഒരു പുച്ഛത്തോടെ പറയുകയും അടുത്ത നിമിഷം ഫോൺ കട്ടാവുകയും ചെയ്തു. അഗ്നി പകപ്പോടെ ഫോൺ ചെവിയിൽ നിന്നും എടുത്ത് അതിലേക്ക് ഉറ്റുനോക്കി. ആദ്യമായിട്ടാണ് ഇങ്ങനെ. ഇന്ന് വരെ തന്നോട് ഭയത്തോടെയും ബഹുമാനത്തോടെയും മാത്രമേ ഓഫീസ് സ്റ്റാഫ് സംസാരിച്ചിട്ടുള്ളൂ. പക്ഷേ ഇന്ന് അവളുടെ സംസാരത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് പുച്ഛം മാത്രമാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അവൾ തന്നെ പരിഹസിച്ച് സംസാരിച്ചിട്ട് പോലും താൻ പ്രതികരിക്കാഞ്ഞത് അവനിൽ ആശ്ചര്യമുണ്ടാക്കി. അല്ല, പ്രതികരിക്കാൻ പോയിട്ട് തന്റെ മറുപടി പോലും കേൾക്കാതെ ഫോൺ വെച്ചവളോട് എന്ത് പറയാനാണ്? നേത്രയോട് വല്ലാത്ത ദേഷ്യം തോന്നി ആ സമയം അഗ്നിക്ക്.